കൂടെ ഉണ്ടായി. ഞാനും ഉണ്ടായിരുന്നു സ്വാമിയുടെ കൂടെ. അപ്പം സ്വാമി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. സംഗീതം എന്ന 3 അക്ഷരം ദൈവികമാണ്. എനിക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ വൈക്കത്തപ്പനാണ്. വൈക്കത്തപ്പൻ എവിടുന്നോ കൊണ്ടു തരുന്നു, ഞാൻ എൻ്റെ കണ്ഠനാളത്തിലൂടെ അത് വെളിയിലോട്ട് പുറപ്പെടുവിക്കുന്നു. നല്ലതോ ശരിയോ, പക്ഷെ എല്ലാം നല്ലതായി ഭവിക്കുന്നു. അതെൻ്റെ കഴിവല്ല. ഞാൻ മിണ്ടാതെ നിൽക്കാൻ, കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയ മഹത് കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് പറയാൻ കാര്യം, നിൻ്റെയും എൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ, പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ. ഇവിടെയുള്ള നമ്മുടെ ഈ ശബ്ദം വരുന്ന വോക്കൽ കോഡ് ഒരുപോലാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും എൻ്റെയും എല്ലാവരുടെയും വോക്കൽ കോഡ് ഒരുപാടാണ്, ഒരേ കൺസ്ട്രക്ഷനാണ്. ഹാർട്ട് ഒരേ കൺസ്ട്രക്ഷൻ അല്ലേ, ലിവർ ഒരേ കൺസ്ട്രക്ഷൻ അല്ലേ, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഒരേ കൺസ്ട്രക്ഷൻ അല്ലേ, ഒരേ രീതിയിലല്ലേ ദൈവം തന്നിരിക്കുന്നത്. അതുപോലെയല്ലേ ഈ ശബ്ദം വരുന്ന, ഇപ്പം ഞാൻ ഈ പറയുമ്പം എനിക്കൊരു ശബ്ദം, ഇവിടെ നേരത്തെ പ്രസംഗിച്ച മറ്റൊരാൾക്ക് വേറൊരു ശബ്ദം, അതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമല്ലേ. ഓരോ ദൈവത്തിൻ്റെ ഒരു വികൃതികളാണത്. ദാസേട്ടനൊരു ശബ്ദം, അതുപോലൊരു ശബ്ദം പിന്നെ ഉണ്ടായിട്ടില്ല. അതിൽ പലർക്കും പല ശബ്ദം. പക്ഷെ എങ്ങനെ ഒരു പാട്ടുകാരനാകുന്നു? ഞാൻ അറിഞ്ഞോ ഞാൻ പാട്ടുകാരനാവുന്നു? ഇല്ല. ഞാൻ ജനിച്ചു വീണപ്പോൾ എനിക്കൊരു പാട്ടിനോടൊരു ഇഷ്ടം തോന്നി. ചിലപ്പം സ്പോർട്സിലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. അപ്പം ദൈവഹിതമാണ്. മാത്രമല്ല, ഇപ്പം ഞാനൊരു കല്യാണി എന്നൊരു കുറച്ച് സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് രാഗങ്ങളുണ്ട്. 72 മേളകർത്ത രാഗങ്ങളും 500-ൽ പരം ജന്യരാഗങ്ങളുണ്ട്. അതിൽ നമ്മുടെ സിനിമയിൽ എടുക്കുന്നത് ഏകദേശം 8-10 രാഗങ്ങളാണ്. കല്യാണി, മോഹനം, ഹംസധ്വനി, കാനഡ, നീലാംബരി തുടങ്ങിയ രീതികളുള്ള തുടങ്ങിയ പാട്ടുകളാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. ശാസ്ത്രീയ സംഗീതത്തിൽ അതുപോലെ തന്നെയാണ്. എല്ലാവരും വാതാപി ഗണപതി ഹംസധ്വനിയിലുള്ള വെച്ച് തുടങ്ങും. അപ്പോൾ കല്യാണിയിലാണെങ്കിൽ ഒരു രാഗം പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വോക്കൽ കോഡിലൂടെ വരുന്നത് പെട്ടെന്ന് ഉന്നയല്ലാൽ വേറെ ഗതിയില്ലേ അമ്മ, ഉലകെല്ലാം ഇன்று അன்னை ഉന്നയല്ലാൽ വേറെ ഗതിയില്ലേ അമ്മ, അമ്മ, അമ്മ. ഉടനെ പറയുകയാണ്, നീ തോടിയിലൊരു ശകലം ആലാപനം നടത്താൻ. അപ്പൊ അങ്ങനെ ഓരോ പാട്ടുകളും, നീലാംബരിയാണെങ്കിൽ അങ്ങനെ, ഇതെല്ലാം ഇത്ര പെട്ടെന്ന് ഈ വോക്കൽ കോഡിലൂടെ എങ്ങനെ വരുന്നു എന്ന് നിനക്ക് മനസ്സിലായോ എന്ന് സ്വാമി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. എടാ, അതാണ് ദൈവം. 2 വാക്കേ ഉള്ളൂ. അതാണ് പ്രപഞ്ചശക്തി, അതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിനെ നമ്മൾ ധ്യാനിക്കുന്ന അല്ലെ ഹോമിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു ശക്തി പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ. അതുകൊണ്ട് നമുക്ക്
ഒരുപാട് ഈശ്വരന്മാരുണ്ടെങ്കിലും പ്രപഞ്ചമാണ് ഏറ്റവും വലിയ സത്യം എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും എന്നെ ഇവിടെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജാതിയോ മതമോ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളോ ഇല്ലാതെ എല്ലാ മനുഷ്യരെയും വേദങ്ങളെയും വൈദിക ആചാരങ്ങളും പഠിപ്പിക്കുന്ന ആചാര്യശ്രീ രാജേഷ് ജിയുടെ നേതൃത്വത്തിൽ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അതിരാത്രയാഗം ഇവിടെ നടന്നിരിക്കുകയാണ്. മനുഷ്യരെ ഭേദഭാവങ്ങൾക്ക് അതീതമായി അറിവിലൂടെ ഒന്നിച്ചു ചേർക്കുന്ന ആചാര്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ പ്രഖ്യാപനമാണ് സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഈ അതിരാത്രം. യാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ രാമായണ മഹാഭാരത കഥകളിലെല്ലാം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള യാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി കരുതപ്പെടുന്ന അതിരാത്ര മഹായാഗമാണ് ഇവിടെ ഭംഗിയായി നടന്നത്. സാമവേദത്തിൽ നിന്നാണ് സംഗീതം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. 10 ദിവസങ്ങളിലായി ആ സാമഗാനങ്ങൾ ഉയർന്ന പവിത്രമായ ഭൂമിയിലാണ് വീണ്ടും ഞാൻ പറയും നമ്മളെല്ലാം നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഈ സംഗീത ഭാരതി പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചത് എൻ്റെ ജീവിത പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അറിവും ഭക്തിയും ശാന്തിയും എല്ലാം സമന്വയിപ്പിക്കുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് സ്വീകരിച്ച ഈ പുരസ്കാരത്തെ ഈശ്വരീയമായ ഒന്നാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഇതിനെന്നെ അർഹനാക്കിയ ആചാര്യ ശ്രീ രാജേഷ് ജിക്കും കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷനും എൻ്റെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വേദനാരായണനായി ഒരു ഗാനം കൂടി ഞാൻ പാടുന്നു.